എവ്രിവൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്നത്തെ ദിവസം എന്താണ് മെസ്സേജസ് എന്ന് നോക്കാം. എങ്ങനെയായിരിക്കും ഇന്നത്തെ ദിവസം പ്രേക്ഷകർക്ക് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? ലെറ്റ്സ് സീ. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സിനുള്ള വാട്സപ്പ് നമ്പർ ആൻഡ് സേവ്സ് ടീമിന് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിക്ക് എ കാർഡ് റീഡിംഗ് എൻ്റെ മറ്റൊരു ചാനലായ എൻലൈറ്റൻ എൻചാർട്ടഡ് 1111 കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. Knight of Wands, Nine of Wands, Eight of Wands, the Sun card and the Knight of Pentacles. ഇന്നത്തെ ദിവസം പ്രേക്ഷകരുടെ എനർജി വളരെ ഹൈപ്ഡ് എനർജിയാണ്. ഓക്കെ, വളരെ ഏറെ എനർജിയാണ്. ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാകാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തെടുക്കണം എന്നുള്ള ആഗ്രഹം ഇന്നത്തെ ദിവസം വന്നേക്കാം. ഓക്കെ, ആൻഡ് പെട്ടെന്ന് ചെയ്ത് തീർക്കണം. സോ ഈ പെട്ടെന്ന് ചെയ്ത് തീർക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു കാര്യം പറ്റാം. ദാറ്റ് ഈസ്, നിങ്ങൾ പെട്ടെന്നൊരു കാര്യം ചെയ്ത് കഴിഞ്ഞ്, സപ്പോസ് നിങ്ങൾ ഓഫീസിലാണ്, നിങ്ങളുടെ ജോലിയിലെ ഉള്ള പ്രോജക്ട്സ് എല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു പേടി വരാം, നിങ്ങൾ ശരിക്കാണോ എല്ലാം ചെയ്തത്. ഓക്കെ, സോ എടുത്തുചാട്ടം ഇന്നത്തെ ദിവസം ഉണ്ടാകരുത്. ഓക്കെ, ബിക്കോസ് എനർജി ഭയങ്കരമാണ്. ഇന്നത്തെ ദിവസം പ്രേക്ഷകർക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കണം എന്നുള്ള ആലോചന മാത്രമായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ വീട്ടിലായിക്കോട്ടെ, നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ഓർ ഈവൻ നിങ്ങളൊരു പാർട്ടിയിൽ പോവുകയാണെങ്കിൽ പോലും പെട്ടെന്നൊന്ന് പോയിട്ട് വരാം എന്നുള്ള രീതിയിലുള്ള ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. ഓക്കെ, ഇന്നത്തെ ദിവസം അട്രാക്ഷൻ പവർ കൂടുതലാണ്. സോ ഡെഫിനറ്റ്ലി ആൾക്കാർ പ്രേക്ഷകരിൽ അട്രാക്റ്റ് ആകുന്ന ദിവസമായതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. ഓക്കെ, ഏറെ പ്രേക്ഷകർ, ദാറ്റ് ഈസ് നിങ്ങൾ മെയിൽസ് ആണെങ്കിൽ ഫീമെയിൽസ് ആണെങ്കിൽ മെയിൽസ്, നിങ്ങളോട് വളരെയധികം അട്രാക്റ്റ് ആകുന്ന ഒരു ദിവസം കൂടിയാണ്. സോ ഈ അട്രാക്ഷൻ ഓക്കെ മ്യൂച്വൽ അട്രാക്ഷനിലേക്ക് മാറാവുന്നതാണ് ഇഫ് യു വില്ലിങ് ടു. ഓക്കെ, പ്രേക്ഷകരോട് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൽ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, എന്ത് പറയുന്നു അത് നല്ലപോലെ വ്യക്തമായി മനസ്സിൽ ഉറപ്പിക്കുക എന്താണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഒരു കാര്യം നിങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ എങ്ങനെ പറയണമായിരുന്നോ അല്ലെങ്കിൽ ചെയ്യണമായിരുന്നോ എന്നുള്ള ചിന്ത വരരുത്. ഓക്കെ, പ്രേക്ഷകരോട് പറയുന്നത് ഓപ്പൺ ടു അബണ്ടൻസ്. ഓക്കെ, അബണ്ടൻസ് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതിരിക്കൂ. ഓക്കെ, ഒരു അഫർമേഷൻ പറയൂ, ഐ ആം ഓപ്പൺ ടു റിസീവ്. ഓക്കെ, ഞാൻ റിസീവ് ചെയ്യാൻ ഓപ്പൺ മൈൻഡ് ആണ്. ഓക്കെ, അബണ്ടൻസ് റിസീവ് ചെയ്യാൻ ഓപ്പൺ മൈൻഡാണ്, സക്സസ് റിസീവ് ചെയ്യാൻ ഓപ്പൺ മൈൻഡാണ്, പണം റിസീവ് ചെയ്യാൻ ഓപ്പൺ മൈൻഡാണ്, നല്ല ആൾക്കാരുടെ സൗഹൃദം റിസീവ് ചെയ്യാൻ ഓപ്പൺ മൈൻഡാണ്, നല്ല ഹെൽത്തിന് ഓപ്പൺ മൈൻഡാണ്. എന്താണ് പ്രേക്ഷകരുടെ ആഗ്രഹം, അതിന് ഞാൻ ഓപ്പൺ മൈൻഡ് ആണ് എന്നത് പറയുക. കാരണം അബണ്ടൻസ് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്, വളരെ വേഗതയിലാണ് വരുന്നത്. പക്ഷെ പ്രേക്ഷകർ എത്ര റിസീവിങ് മോഡിലാണോ അത്രയും വേഗതയിൽ പ്രേക്ഷകർക്ക് അത് എടുക്കാം, അല്ലെങ്കിൽ അത് സ്റ്റോപ്പായി പോകും. ഓക്കെ, സൺ കാർഡാണ് വന്നത്. ഇന്നർ ചൈൽഡ് ഹീലിംഗിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഇന്നത്തെ ദിവസമുണ്ട്. പ്രേക്ഷകരോട് പറയുന്നത്, കുഞ്ഞുനാളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അത് കുഞ്ഞുനാളിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതാകാം, ഔട്ടിങ്ങിന് പോകുന്നതാകാം, പടം വരയ്ക്കുന്നതാകാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കുന്നതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ആൻഡ് നിങ്ങൾ പോകാറുണ്ടായിരുന്നെങ്കിൽ അവിടെ പോകുന്നതാകാം. എന്താണോ നിങ്ങളുടെ മനസ്സിന് കുഞ്ഞുനാളിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കൊണ്ടു തന്നത് അത് ചെയ്യൂ. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ഓക്കെ, നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗുമായിട്ട് കണക്റ്റഡ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അബണ്ടൻസ്, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അഭിവൃദ്ധി. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇന്നത്തെ ദിവസം. സ്റ്റെബിലിറ്റിയാണ് പ്രേക്ഷകർക്ക്. ഓക്കെ, സാമ്പത്തിക സ്റ്റെബിലിറ്റി, നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ ആൾക്കാരുണ്ട് എന്നതിൻ്റെ സ്റ്റെബിലിറ്റി. ഓക്കെ, നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ സേഫ് അനുഭവപ്പെടും. ഓക്കെ, നിങ്ങൾക്കൊരു സേഫ്റ്റി അനുഭവപ്പെടുന്നതാണ്. ഓൾ റൈറ്റ്, ലെറ്റ്സ് സീ. പേജ് ഓഫ് സോർഡ്, ദ ചാരിയറ്റ്. പ്രേക്ഷകരുടെ ലൈഫിൽ എന്ത് ഹിൻഡ്രൻസ് ആണോ, ഓക്കെ, എന്ത് തടസ്സമാണ് ഉള്ളത് എന്നത് ഇന്നത്തെ ദിവസം പ്രേക്ഷകർ അറിയുന്നതാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ പ്രേക്ഷകർ അറിയും.
ആൻഡ് അത് പ്രേക്ഷകരുടെ ജീവിതത്തിൻ്റെ സക്സസിൻ്റെ തുടക്കമാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇന്നത്തെ ദിവസം ഒരു പാറ്റേൺ ക്ലോസേജ് നിങ്ങൾ വിചാരിച്ചോളൂ. ഓക്കെ, ഇന്ന് പാറ്റേൺ ഒരു ക്ലോസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു കാര്യം നിങ്ങളുടെ സ്വന്തം കാര്യമാണ്. ആ സ്വന്തം കാര്യം നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഡിസിഷൻ എടുക്കുന്നതാണ് എങ്ങനെ മുന്നോട്ട് പോകണം. ഓക്കെ, 2 ഓഫ് wands ആണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നതാണ്. എങ്ങനെ, എന്ത് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നത് നിങ്ങൾ എടുക്കുന്നതാണ്. 4 ഓഫ് wands സന്തോഷമാണ്, സമാധാനമാണ്, എഗെയിൻ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ്. 3 ഓഫ് pentacles ആണ്. പ്രേക്ഷകർക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു സംസാരം ഇന്നത്തെ ദിവസം ഉണ്ടാകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു ഔട്ടിംഗ് ഉണ്ടാകാം, കൂടിക്കാഴ്ചകൾ ഉണ്ടാകാം, ഫോണിൽ സംസാരിക്കാം. ഓക്കെ, സോ ഇന്നത്തെ ദിവസം ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ എന്നും പറയാം. ഓക്കെ, ഉണ്ടാകുന്നതാണ് ചില പ്രേക്ഷകർക്ക്. 5 ഓഫ് swords, 5 ഓഫ് wands. ഓക്കെ, എന്നാൽ ചില പ്രേക്ഷകർക്ക് ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നതാണ്. ഓക്കെ, ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു തർക്കം. ആ തർക്കത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തെ മുന്നോട്ട് വെക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് വരും. ഓക്കെ, നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് വ്യക്തമായി പറയാൻ നിങ്ങൾക്ക് കഴിയാതെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ബഹളങ്ങൾ നടക്കാം. നിങ്ങളെക്കാട്ടിൽ കൂടുതൽ ദൃഢത പറയുന്ന അല്ലെങ്കിൽ ദൃഢതയിൽ കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ ജയിച്ചെന്ന് വരാം. സോ അവിടെ ഒരു ബുദ്ധിമുട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ നേരിടുന്നതാണ്. ഓക്കെ, അപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഏസ് ഓഫ് സോഡ്സ് ആണ്. ഒരാൾ നിങ്ങളെ സഹായിക്കും. ഓക്കെ, ബൈ ചാൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരാൾ നിങ്ങൾക്കൊരു സപ്പോർട്ട് നൽകുന്നതാണ്. അത് ചെറിയ സപ്പോർട്ടാകാം. ചിലപ്പോൾ ഒരാൾ പറയുന്നതാകാം ഇയാൾ പറഞ്ഞോട്ടെ എന്ന് പറയുന്നതാകാം, അല്ലെങ്കിൽ വഴിക്കിടുന്ന ആൾക്കാരെ നിർത്തുന്നതാകാം. ഓക്കെ, ആർഗ്യുമെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നതാകാം. എങ്ങനെയെങ്കിലും ഒരാൾ നിങ്ങളെ സഹായിച്ചിരിക്കും. ആ സഹായത്തെ ഉപയോഗിക്കൂ. ഓക്കെ, ആ സഹായത്തെ ഉപയോഗിക്കൂ. ആ സഹായം മുതലെടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായി പറയൂ, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്നവരുടെ അടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ പറയൂ. ഓക്കെ, കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. സോ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് 9 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ സ്റ്റെബിലിറ്റി, ഓക്കെ, നിങ്ങളുടെ സ്റ്റെബിലിറ്റിയിൽ കൂടുതൽ ശ്രദ്ധിക്കൂ. ഈ 3 കാർഡും പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ടോ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ടോ. അത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റെബിലിറ്റിയിലല്ല. അത് കൊണ്ടുവരൂ നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരെ കൂടെ നിർത്തൂ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഏത് കാര്യത്തിലും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളെ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. ഓക്കെ, കിങ് ഓഫ് കപ്സ് അത് തന്നെയാണ് പറയുന്നത്. ദാറ്റ് ഈസ്, ഇനി എത്ര ബുദ്ധിമുട്ട് നിങ്ങൾ നേരിട്ടാലും നിങ്ങളുടെ ബുദ്ധിമുട്ടിൽ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ഒരാൾ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയുമ്പോഴും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരാൾ, അങ്ങനത്തെ ഒരാളെയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അത് ഫ്രണ്ട് ആകാം, പാർട്ട്ണർ ആകാം, ബിസിനസ് പാർട്ട്ണർ ആകാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ആകാം. ഓക്കെ, ബിക്കോസ് ആ ആളുമായിട്ട് നിങ്ങൾ കൂടെ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് വരുന്നത്. ആൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും ഏത് കാര്യം എങ്ങനെ ചെയ്യണം, എത്ര തുല്യതയിൽ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം. ആൻഡ് അതാണ് നിങ്ങളുടെ അബണ്ടൻസിൻ്റെ തുടക്കം. ഓക്കെ, സോ ഇന്നത്തെ ദിവസം പ്രേക്ഷകർക്ക് ഡെഫിനറ്റ്ലി അബണ്ടൻസ് ഉണ്ട്. ചിലർക്ക് പണം വരാം, അൺഎക്സ്പെക്റ്റഡ് മണി കയ്യിൽ വരാം, ചിലർക്ക് ഗിഫ്റ്റുകൾ കിട്ടാം. ഓക്കെ, ഏത് ഗിഫ്റ്റും കിട്ടാം. അത് ഹോം ഫർണിഷിംഗ് ആകാം, ഫ്രം ക്ലോത്തിങ്, ജ്വല്ലറി, എന്തും ലഭിക്കാം. നിങ്ങൾ ഹാപ്പി ആയിരിക്കും ആ ഗിഫ്റ്റ്. ഓക്കെ, അത് ഒരാൾ നിങ്ങൾക്ക് തരുന്ന വിലയാണ്. ഓക്കെ, നിങ്ങളുടെ വേർത്താണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഒരാൾ തരുമ്പോൾ ആ ഗിഫ്റ്റ് കാണിക്കുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ആ ആളുടെ ലൈഫിൽ. ഓക്കെ, ഗിഫ്റ്റിൻ്റെ വാല്യൂ ഓർ സൈസ് കൂടിയതും കുറഞ്ഞതും വരാം, ഡിപ്പെൻസ് അപ്പോൺ ദ ഫിനാൻഷ്യൽ കണ്ടീഷൻ. ഓക്കെ, ആളുടെ ഫിനാൻഷ്യൽ കണ്ടീഷനിലിരിക്കാം. പക്ഷെ നല്ല ഫിനാൻഷ്യൽ കണ്ടീഷൻ ഉള്ള ഒരാൾ നിങ്ങൾക്ക് വളരെ മിനിമം ആയിട്ടുള്ള ഒരു കാര്യം ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ ആളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വില എത്രയാണ്. നിങ്ങളുടെ സെൽഫ് വർത്ത് ആണ് മിക്ക പ്രേക്ഷകർക്കും അവരുടെ സെൽഫ് വർത്ത് ആണ് ഇന്ന് തെളിയാൻ പോകുന്നത്. ഓക്കെ,
സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഇന്നത്തെ റീഡിങ്. സോ ലെറ്റ്സ് സീ ഏഞ്ചലിക് അഡ്വൈസ്. ബി അസർട്ടീവ്. ഓക്കെ, ക്ലിയർ മെസ്സേജ് ആണ്. ബി അസർട്ടീവ്. മനസ്സിലാക്കൂ ആരെ കൂടെ കൊണ്ടുപോകണം, ആരെ കൂടെ നിർത്തണം, ആരെ മാറ്റണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട. വളരെ ക്ലിയർ ഹെഡോടെ വേണം ഓരോ കാര്യങ്ങളും ഇന്നത്തെ ദിവസം നിർണ്ണയിക്കാൻ. ഓക്കെ ഗൈസ്. സോ അഫർമേഷൻ നിങ്ങൾക്ക് പറയാം, ഐ ആം അസർട്ടീവ്. ഐ ആം അസർട്ടീവ്. ഓക്കെ, ഞാൻ അസർട്ടീവ് ആണ്. ഞാൻ വളരെ ജാഗ്രതയോടാണ് എല്ലാ ഡിസിഷൻസും ഇന്നത്തെ ദിവസം എടുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഇന്നത്തെ റീഡിങ്. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതുക റെസനേറ്റ് ആയി എന്നുള്ളത്. ആൻഡ് ക്ലെയിം ചെയ്യുന്ന പ്രേക്ഷകർക്ക് ക്ലെയിം ചെയ്യാം, ഞാൻ അസർട്ടീവ് ആണ് എന്ന് പറയാം. ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.